ഹായ് ഹലോ ഞാൻ ന്യൂസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഓറക്കിൾ ഡെക്കാണ് നോക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള വ്യക്തി, അവരുടെ ചിന്തകൾ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കുറച്ച് ദിവസമായിട്ട് ഓറക്കിൾ ഡെക്ക് എടുത്തിട്ട് കുറച്ച് പേരായി പറയുന്നു ഓറക്കിൾ ഡെക്ക് എടുക്കുമെന്ന്. പിന്നെ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോവാം. അവരുടെ മനസ്സിൽ എന്താണ് എന്നറിയണ്ടേ? ഓക്കെ, empowered love, in depth, perfect moves, entering bonds, back and forth, heartstrings, needs tending, on the move, രണ്ട് കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ടൈംലെസ് എലഗൻസ്, ഗ്രേസ്ഫുൾ ഡാൻസ്. നോക്കാം. ആദ്യത്തെ കാർഡ് പറയുന്നത് എംപവേർഡ് ലവ്. Harness your strength and love with confidence. ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ശക്തിയും സ്നേഹവും നിർത്തിക്കൊണ്ടു പോവുക, ഉയർത്തിക്കൊണ്ടു പോവുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശക്തമായിട്ടുള്ള സ്നേഹത്തെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് അവരോട് തോന്നുന്ന സ്നേഹം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിലപാടിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. അത് ഉറച്ചതാണ്, സ്ഥിരതയുള്ളതാണ് എന്ന് പറയുകയാണ്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും ശക്തമേറിയതാണ് എന്ന് അവർ തിരിച്ചറിയുന്നു എന്നാണ്. In depth, connecting on a deeper level of complex feelings. അത്രയും ആഴത്തിലുള്ള ബന്ധത്തെ ഇവിടെ കാണിച്ചു തരാണ്. ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രയും ആഴമുള്ളതാണ്, അത്രയും ഉറച്ചതാണ് എന്ന് പറയുകയാണ്. ഇന്ന് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ടാവണം. നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടാവണം. അത്രയും ഡെപ്തിനെ കാണിക്കുകയാണ്. ഇൻ ഡെപ്ത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്കും അവർക്കും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നേ. തടസ്സങ്ങളുണ്ട്, പക്ഷേ ഇന്ന് നിങ്ങളുടെ ഓർമ്മയാൽ അത്രയും ഡീപ്പ് ലവിനെ കാണിച്ചു തരാണ്. ആഴത്തിലുള്ള സ്നേഹമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അവരുടെ ഫീലിങ്സിനെയാണ് കാണിച്ചു തരുന്നത്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കില്ല. ഇത്രയൊക്കെ നിങ്ങൾ അകൽച്ചയിലാണെങ്കിലും മറക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പെർഫെക്റ്റ് മൂവ്സ്, keep the spirit of play and fun alive to be closer. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൂടുതൽ അടുക്കുവാനായിട്ട് ചെറിയ യാത്രകൾ, വിനോദങ്ങളൊക്കെ വേണമെന്നാണ്. അപ്പോൾ നിങ്ങളും അവരും കോണ്ടാക്റ്റിൽ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം കുറച്ചും കൂടി ബോണ്ട് ആവാനായിട്ട്, സിങ്ക് ആവാനായിട്ട് വിനോദങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ യാത്രകൾ എന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ പറഞ്ഞതും എടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾ കുറച്ചും കൂടി അടുക്കാൻ യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികൾ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുമ്പോൾ നിങ്ങൾക്ക് പറയാം, നമുക്ക് ഒരു യാത്ര പോയാലോ, നമുക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തിയാലോ. അവിടെ കുറച്ചും കൂടി ഈ ബന്ധം സ്ട്രോങ് ആകുമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ് ആണെന്ന് പറയുകയാണ്. Entering bonds, put your family first and spend time together. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂവറോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് പ്രണയമൊക്കെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അച്ഛനമ്മമാർ, അങ്ങനെയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറയുകയാണ്.
അപ്പോൾ അവർക്ക് കുറച്ച് പ്രിഫറൻസ് കൊടുക്കാൻ പറയാണ്. കാരണം നമ്മളൊരു വ്യക്തിയിൽ അടിമപ്പെട്ട് പോകുമ്പോൾ, ഒരു വ്യക്തിയിൽ അത്രയേറെ സ്നേഹം ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളെ നമ്മൾ ശ്രദ്ധിക്കില്ല. ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് അവരൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. എല്ലാവരും എന്നല്ല പറയുന്നേ. അപ്പോൾ അവരുമായിട്ടൊരു ചെറിയൊരു നല്ല നിമിഷം ആവശ്യമാണെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രയോറിറ്റി കൊടുക്കണമെന്നും പറയുന്നുണ്ട്. മൈൻഡ്ഫുൾ പ്രയോറിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കണം. പേഴ്സൺ തിരിച്ചു വരും. ബാക്ക് ആൻഡ് ഫോർത്ത്, ചേഞ്ചിങ് യുവർ മൈൻഡ് ഓർ ബീയിങ് കൺഫ്യൂസ്ഡ് ഇമോഷണലി. നിങ്ങളുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളുടെ മനസ്സ് ഒരു ആശയക്കുഴപ്പത്തിലായത് കാണിക്കുന്നുണ്ട്, ഒരു കൺഫ്യൂഷനെ കാണിക്കുന്നുണ്ട്. ഇമോഷണലി കൺഫ്യൂസ്ഡ് എന്നുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ നിന്ന് മാറാനായിട്ട് എന്താ വേണ്ടത്? യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നാണ്. അപ്പോൾ മനസ്സിനെ ഇപ്പോൾ ഒരു കൺഫ്യൂഷനിലാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആരെയാണ്? യൂണിവേഴ്സിൽ തന്നെയാണ്. ടെൻഷൻ ഉണ്ടാവാം, വിഷമം ഉണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അധികം നാളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു വിഷമം തന്നെയാണ്, ഇല്ല എന്നല്ല. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും. അത് ഉറപ്പായിട്ടും യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്. ഹേർട്ട് സ്ട്രിങ്സ് സ്ട്രൈക്ക് എ കോഡ് ടുഗദർ വിത്ത് ജെന്റിൽ ഹാർമണി. സൗമ്യമായ സ്വരച്ചേർച്ച, അതിലൂടെ ഒരു താളം സൃഷ്ടിക്കാൻ പറയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ഒന്ന് സൗമ്യമായി സംസാരിക്കുക. ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കുക. സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവറുടെ ജീവിതത്തിൽ മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരിക്കണം. ഇവിടെ നിങ്ങളിലേക്ക് ഒരു ബാലൻസ് മാച്ച് സെറനിറ്റി എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. യൂണിവേഴ്സിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇനി കിട്ടിയിട്ടുള്ള കാർഡ് നീഡ് സ്റ്റാൻഡിങ്, പേ മോർ അറ്റൻഷൻ ടു യുവർ ലവ് ലൈഫ് ടു ഗെറ്റ് റിസൾട്ട്. അപ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന സ്നേഹത്തെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയാണ്, ശ്രദ്ധ കൊടുക്കാൻ പറയാണ്. അപ്പോൾ വിജയം ഉറപ്പാണെന്ന് പറയുകയാണ്. അപ്പോൾ സൗമ്യമായി സംസാരിക്കാൻ പറയുന്നു. നിങ്ങളുടെ ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് മ്യൂസിക്കിനെ കാണിക്കുന്നുണ്ട്. അതിലൊരു താളം സൃഷ്ടിക്കാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാൻ പറയുകയാണ്. ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളാണ് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടത്. അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും നിങ്ങളെ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഴത്തിലുള്ള സ്നേഹത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ആത്മാർത്ഥമായിട്ടുള്ളതാണ് കേട്ടോ. ഓൺ ദി മൂവ്, മൂവിങ് എവേ ഓർ ഗെറ്റിംഗ് എ ന്യൂ ഹോംസ് ടുഗദർ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറി നിൽക്കുക. ഓക്കെ. അതുപോലെ തന്നെ ഒരുമിച്ചൊരു താമസത്തെയാണ് പറയുന്നത്. എല്ലാവർക്കും എന്നല്ല. യു ആർ ഓൾവേസ് ബ്യൂട്ടിഫുൾ ടു സംവൺസ് ഹൂസ് ലവ്സ്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ. അത്രയും ഉറപ്പോടു കൂടി തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല. കോൺഫിഡൻസ്, റിയൽ, സ്റ്റാൻഡേർഡ് എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കുന്നില്ല. അത്രയും സ്നേഹം അവരിലുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നു. സ്ഥിരത, സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. ഫൈൻഡിങ് യുവർ ബാലൻസ് ആൻഡ് നോട്ട് റോക്കിംഗ് ദി ബോട്ട്. അപ്പോൾ ഒരു ബാലൻസ് വേണമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ആ ഒരു ബാലൻസ് ഇല്ലായ്മയാണ് ആദ്യമൊക്കെ ഒരു ബന്ധത്തിൽ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റിലേക്ക് എത്താൻ കാരണം. ഇനി സ്റ്റെബിലിറ്റി തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? യൂണിവേഴ്സിലാണ്. നമ്മളൊരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടുള്ളത് വേണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ബോട്ട് ഇളകുമെന്ന് പറയില്ലേ, ആ ഒരു ബന്ധത്തിൽ വിള്ളൽ സംഭവിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വേണമെന്ന് പറയുകയാണ്. ഈ റീഡിങ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള റീഡിങ്ങുമായിട്ട് കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിബ്സ്.